ചഞ്ചല, കൃഷ്ണപ്രസാദ്. പിന്തിരിഞ്ഞു നടന്ന നിഹാൽ ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവന്റെ ഹൃദയതാളം നിലതെറ്റി മേടിക്കുന്നത് അവൻ ആദ്യമായി അറിഞ്ഞു. സദസ്സ് ഒന്നടങ്കം നിശബ്ദമായി നിൽക്കുന്നു. സ്റ്റേജിലെ ലൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഓഫായി പോയിരുന്നു. സ്റ്റേജിലേക്ക് ആരോ നടന്നു വരുന്നതും ചിലങ്കയുടെ ശബ്ദവും അവന്റെ കർണപടത്തിൽ വന്ന് തറഞ്ഞു നിന്നു. മെല്ലെ മുഖമുയർത്തി നിഹാൽ തിരിഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയോടെ ചഞ്ചലയെ ആ സദസ്സ് സ്വീകരിച്ചു. കടഞ്ഞെടുത്ത പോലുള്ള ആ ഉടൽ, മിഴികളിൽ കുസൃതി, ആരെയും ഒരിക്കൽ കൂടെ നോക്കാൻ പ്രേരിപ്പിക്കുന്ന സൗന്ദര്യം എല്ലാം അവൾക്കുണ്ടായിരുന്നു. പാട്ടിനൊപ്പം ചുവടുകൾ വെച്ച് അവളൊരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്ന പാട്ടിനൊപ്പം അവന്റെ കാലും മുന്നോട്ട് നടന്നു. മനസ്സ് എന്തിലൊക്കെ പാഞ്ഞെടുക്കുന്നത് പോലെ അവന് തോന്നി. ഇടയ്ക്ക് അവളിൽ നിന്നും പാറി വീഴുന്ന ചില നോട്ടം അതിനൊരു അമ്പുകൊള്ളുന്ന അത്രയും വേഗത്തിൽ അവന്റെ നെഞ്ചിൽ തറയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പരിസരം പോലും മറന്ന് നിഹാൽ നിന്നുപോയി. നൃത്തം അവസാനിച്ചപ്പോൾ പെയ്തിറങ്ങിയ കരഘോഷമാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അതുവരെ അവന്റെ ബോധമണ്ഡലത്തിൽ അവനും അവളും മാത്രമായി പോയിരുന്നു. നൃത്തം അവസാനിച്ചപ്പോൾ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ ലൈറ്റുകളും പ്രകാശിച്ചു. വേദിയിൽ നിന്നുകൊണ്ട് ചഞ്ചല എല്ലാവർക്കും കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു. അപ്പോഴാണ് അന്ന് ആദ്യമായി അവളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു മുഖത്തെ കണ്ടത്. ഒന്നോ രണ്ടോ നിമിഷം ആ മുഖം നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ എന്തോ തുടി കൊട്ടുന്നത് അവൾ ആദ്യമായി അറിഞ്ഞു. കർട്ടൻ താഴ്ന്നപ്പോൾ ഇടനെഞ്ചിലേക്ക് കൈവച്ച് ഒരു നിമിഷം അവൾ കണ്ണടച്ചു നിന്നുപോയി. എന്തോ തൻ്റെ മുന്നിൽ തന്നെ മാത്രം നോക്കി നിന്ന ആ മിഴികൾ അവൾക്ക് പരിചിതമായി തോന്നി. മോളെ എന്ന ചെറിയച്ഛൻ്റെ വിളി കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. അവൾ ചെറിയച്ഛൻ്റെ കൂടെ ഗ്രീൻ റൂമിലേക്ക് പോയി. അവിടെ തന്നെ ഫ്രഷ് ആകുവാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് കിങ്ങിണി പോയി ഫ്രഷായി വന്നു. അവൾ ഡ്രസ്സ് മാറി ബാഗിൽ കൊണ്ടുവന്ന ചുവന്ന ചുരിദാർ എടുത്തണിഞ്ഞു. ചെറിയച്ഛൻ എവിടെ ചെറിയമ്മേ? ഫ്രഷായി വന്ന കിങ്ങിണി ചോദിച്ചു. ഒരു ടാക്സി കിട്ടുവാൻ നോക്കാൻ പോയതാ. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞോ മോളെ? വേണ്ട ചെറിയമ്മേ, ഇതൊക്കെ എടുത്തേക്ക് പുറത്തേക്ക് വെച്ചോ, നമുക്ക് പോകാം വേഗം. അതും പറഞ്ഞ് കിങ്ങിണി ബാത്റൂമിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം വേദിയിൽ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു നോക്കി. ഓഡിറ്റോറിയത്തിൽ നിന്നും ഫയർ ബെല്ല് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. ബാത്റൂമിലായിരുന്ന കിങ്ങിണി ഇതൊന്നും അറിഞ്ഞതുമില്ല. എന്നാൽ പുറത്തെ ബഹളം കേട്ട് പുറത്തേക്കിറങ്ങാൻ അവൾ നോക്കുമ്പോൾ വാതിലിൽ ആരോ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ഓഡിറ്റോറിയത്തിൽ ക്ലീനിങ് ജോലിക്ക് വരുന്ന ആള് അകത്താരുമില്ലാന്ന് കരുതി ഡോറ് കുറ്റിയിട്ട് പോയി. ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിച്ചതാണെന്ന് പിന്നീട് അറിഞ്ഞു. ഫയർഫോഴ്സിനെ അറിയിച്ചു എങ്കിലും തീ വേഗം തന്നെ കത്തിപ്പടർന്നുകൊണ്ടിരുന്നു. നിഹാലും ഏട്ടന്മാരും ചേർന്ന് എല്ലാവരെയും പുറത്തേക്കിറക്കി. കിങ്ങിണി മോളെ കിങ്ങിണി! ചെറിയമ്മ അലമുറയിട്ട് കരയാൻ തുടങ്ങി. കിങ്ങിണിയാണെങ്കിൽ ബാത്റൂമിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അവരുടെ നിലവിളി കേട്ട് നിഹാൽ അവരോട് കാര്യം തിരക്കി. കിങ്ങിണി ബാത്റൂമിൽ പോയ കാര്യം ചെറിയമ്മ പറഞ്ഞു. ആ ഭാഗം നിറയെ തീ പിടിച്ചു തുടങ്ങിയിരുന്നു. എന്തു ചെയ്യുമെന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നപ്പോൾ നിഹാൽ കിണറ്റിൽ നിന്നും നിറയെ വെള്ളം കോരി അവന്റെ ദേഹത്തെ കൊഴിച്ചു. ഏട്ടാ, ആ കോട്ടിങ്ങതാ. നികേഷിന്റെ കോട്ട് വാങ്ങി നിഹാൽ കത്തിക്കൊണ്ടിരുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കയറിപ്പോയി. എല്ലാവരും അലമുറയിട്ട് കരയാൻ തുടങ്ങിയിരുന്നു. ടാക്സിയുമായി തിരികെ വന്ന ചെറിയച്ഛൻ ഓഡിറ്റോറിയം നിന്ന് കത്തുന്നത് കണ്ടപ്പോൾ വെപ്രാളത്തോടെ ശ്രീദേവിയുടെ അടുത്തേക്ക് ഓടി വന്നു. കാര്യം പറഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കൂടി അയാളെ പിടിച്ചു മാറ്റി. ജനൽ ചില്ലകളും എന്തൊക്കെയോ സാധനങ്ങളും പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വീഴാൻ തുടങ്ങി. ആളുകൾ പുറകിലേക്ക് മാറി നിന്നു. സ്ഥിതി വഷളാകും മുൻപ് ഫയർഫോഴ്സ് എത്തി അവരുടെ ജോലി തുടങ്ങി. ഇതേ സമയം കിങ്ങിണി നിന്ന ബാത്റൂമിന്റെ പുറകിൽ വരെ തീ എത്തിയിരുന്നു. അവൾ ആകെ പേടിച്ചു. ചെറിയമ്മേ, ആരെങ്കിലും ഈ വാതിലും തുറക്ക, പ്ലീസ് ഒന്ന് തുറക്ക, എന്നെ രക്ഷിക്കണേ. കിങ്ങിണി വാവിട്ട് കരഞ്ഞു. തീ പടർന്നു തുടങ്ങിയ സാഹചര്യത്തിൽ അവൾ പൈപ്പ് തുറന്നു വെച്ച് ആ വെള്ളം മുഴുവനും ശരീരത്തിലേക്ക് ഒഴിച്ചു കൊണ്ടിരുന്നു. തീ കയറി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി. ഒരുവിധം ബാത്റൂമിന്റെ അടുക്കൽ വരെ നിഹാൽ എത്തി. നിറയെ തീയും പുകയും അവിടെ പടർന്നിരുന്നു. ബാത്റൂമിൽ നിന്ന് ശക്തിയായ കൊട്ട് കേട്ടതും അവൻ ചെന്ന് വാതിൽ തുറന്നു. ആകെ ഭയന്ന് വിറച്ച് നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന കിങ്ങിണിയെ കണ്ടപ്പോൾ നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കിയ പോലെ വേദന അവന് തോന്നിപ്പോയി. മുന്നിൽ നിൽക്കുന്നത് ആരെന്ന് പോലും ശരിക്കും നോക്കാതെ കിങ്ങിണി ഓടിച്ചെന്ന് നിഹാലിന്റെ മാറിലണഞ്ഞു. അവനെ വരിഞ്ഞു മുറുക്കി വിരിമാറിൽ മുഖം പൊഴുത്തു നിൽക്കുന്ന കിങ്ങിണിയുടെ ഹൃദയമിടിപ്പ് അവന് നന്നായി കേൾക്കാമായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഏയ് ഒന്നുമില്ല, പേടിക്കണ്ട കേട്ടോ,
ഒരുവിധം അവൻ കിങ്ങിണിയുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. ഇരുവരുടെയും ദേഹത്തിലെ തണുപ്പ് പോലും ഒരു ചൂടിലേക്ക് മാറുന്നതുപോലെ. നിഹാൽ ചഞ്ചലിയുടെ വലതു കൈ പിടിച്ച് പുറത്തേക്കിറങ്ങാൻ നോക്കിയതും നാലുപാടും തീ പടർന്നു പിടിച്ചു. ബാക്ക് ഡോറിൽ കൂടെ പോകാൻ വേണ്ടി ഓഡിറ്റോറിയത്തിന്റെ അറ്റം വരെ നടക്കണം. നിഹാലിന്റെ വലം കൈയിൽ മുറുകെ പിടിച്ച് കിങ്ങിണി നടന്നു. എന്നാൽ തീയുടെ ചൂട് കൂടി വന്ന് അവൾ തളർന്നു വീണുപോയി. പെട്ടെന്ന് തന്നെ നിഹാൽ അവളെ താങ്ങിപ്പിടിച്ചു. ഹലോ, ഏയ് ഏയ് കണ്ണു തുറക്ക്. അവൻ അവളുടെ കവിളിൽ കൊട്ടി വിളിച്ചിട്ടും അവൾ ഉണർന്നില്ല. നിഹാൽ അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്തു. അവളെ രണ്ട് കൈ കൊണ്ടും കോരിയെടുത്ത് അവൻ മുന്നോട്ട് നടന്നു. വാടിയ ചേമ്പില പോലെ കിടക്കുന്ന കിങ്ങിയുടെ മുഖം കാണെ അവന്റെ ഉള്ളും പൊള്ളിപ്പോകുന്നത് പോലെ തോന്നി. ബാക്ക് ഡോർ ചവിട്ടിപ്പൊട്ടിച്ച് പുറത്തേക്ക് അവളുമായി വരുമ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയും അവൾക്കടുത്തേക്ക് ഓടിയെത്തി. ആരിലും കുറച്ച് വെള്ളം കൊണ്ടുവന്നേ, നികേഷ് പറഞ്ഞു. വിദ്യ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു. കിങ്ങിണിയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. ആ മിഴികൾ ആദ്യം തന്നെ പതിഞ്ഞത് അവളെ മടിയിൽ കിടത്തി നിലത്തിരിക്കുന്ന നിഹാലിന്റെ മുഖത്തേക്കാണ്. പയ്യെ അവൾ എഴുന്നേറ്റ് ചെറിയമ്മയുടെ തോളിലേക്ക് ചാരിയിരുന്നു. പേടിച്ചു പോയോ ചെറിയച്ഛൻ്റെ പൊന്നുമോള്? ഒന്നുമില്ല കേട്ടോ, ചെറിയച്ഛൻ അവളെ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. നിനക്കെന്തേലും പറ്റിയോടാ? നിഹാലിനോട് വിദ്യ ചോദിച്ചു. ഇല്ല ഏട്ടത്തി, ഞാൻ ഓക്കെയാ. കുത്തിവെക്കൂ അവരെ, ചെറിയമ്മയുടെ ചെവിയിൽ പറഞ്ഞതാണെങ്കിലും അടുത്തുനിന്ന് നിഹാലും അവൻ്റെ അമ്മയും അത് കേട്ടു. നിഹാലിൻ്റെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. അവളുടെ നിഷ്കളങ്കതയോർത്ത്. മോക്ക് സൂചി പേടിയാ എന്ന് ചെറിയമ്മ അവരുടെ കാതിൽ പറഞ്ഞു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു. അപ്പോഴും നിഹാലിൻ്റെയും കിങ്ങിണിയുടെയും ഹൃദയം മറ്റെവിടെയോ ആയിരുന്നു. കിങ്ങിണിയുടെ മുഖത്തേക്ക് പാളി വീഴുന്ന നിഹാലിൻ്റെ നോട്ടം അത് ഹൃദയത്തിൽ തറഞ്ഞു കയറുന്നത് അവൾ അറിഞ്ഞു. ചെറിയച്ഛ, എന്താ മോളെ? നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പം തന്നെ പോണോ അതോ മോൾക്കൊന്ന് റെസ്റ്റ് ചെയ്യണോ? വേണ്ട ചെറിയച്ഛ, നമുക്ക് പോകാം വേഗം. എനിക്ക് അച്ഛയെ കാണണം. അവളുടെ കൺകോണിൽ മിഴിനീർ ഉരുണ്ടു കൂടുന്നത് കണ്ട് ചെറിയച്ഛൻ അവളെ ചേർത്ത് പിടിച്ച് കണ്ണു തുടച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. കിങ്ങിണിയെ ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ താങ്ങിപ്പിടിച്ച് കാറിലേക്ക് എത്തി. ചെറിയമ്മയുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് അവൾ കിടന്നു. ചെറിയച്ഛൻ നിഹാലിനോടും അവൻ്റെ കുടുംബത്തോടും യാത്ര പറഞ്ഞു കാറിൽ കയറി. കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന നിഹാലിനെ. ആ നിമിഷം ആ മുഖത്ത് തെളിഞ്ഞു വന്നത് പുഞ്ചിരിയാണോ നിഷ്കളങ്കതയാണോ ആശ്വാസമാണോ എന്ന് വേർതിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാറ് നീങ്ങിത്തുടങ്ങിയപ്പോൾ ചെറിയമ്മ അവളെ വട്ടം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും തലോടിയും ആശ്വസിപ്പിച്ചു. അത്രയ്ക്കും അവർ പേടിച്ചു പോയിരുന്നു. വെള്ളാരം കുന്നിലെ ഓരോ മനുഷ്യരുടെയും ഹൃദയമാണ് കിങ്ങിണി. ഏട്ടൻ്റെ പ്രാണനും. അതിനെന്തെങ്കിലും പറ്റിയാൽ ഏട്ടൻ സഹിക്കില്ല. യാത്രയിലുടനീളം ചന്ദ്രന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. നിഹാല് തന്ന കോട്ടുമിട്ട് അതിൻ്റെ ചൂടിൽ കിടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് കുറച്ചുനേരം മുൻപ് നടന്ന ഓരോ കാര്യവും തെളിഞ്ഞു വന്നു. നിഹാലിൻ്റെ നെഞ്ചിലേക്ക് ഒരാശ്രയത്തിനായി കിങ്ങിണി ഓടിയണഞ്ഞതും അവൻ തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതും വലം കൈയിൽ ഭദ്രമായി ചേർത്ത് പിടിച്ചതും ബോധം മറയാൻ നേരം നെഞ്ചോട് ചേർത്ത് കോരിയെടുത്തതും എല്ലാം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെറിയമ്മയും കിങ്ങിണിയും കൂടെ അവളുടെ നനഞ്ഞ ഡ്രസ്സെല്ലാം മാറി വേറെ ഡ്രസ്സിട്ട് പുറത്തേക്ക് വന്നു. നിഹാലിൻ്റെ കോട്ട് അവൾ ഊരി ബാഗിൽ വെച്ചു. ട്രെയിൻ ഏകദേശം 2 മണിക്കൂർ ലേറ്റായിരുന്നതുകൊണ്ട് അവർ കുറച്ചുനേരം കാത്തിരിക്കേണ്ടി വന്നു. ട്രെയിൻ വന്നപ്പോൾ അവർ മൂവരും വെള്ളാരം കുന്നിലേക്ക് യാത്രയായി. ഹോ, എന്തൊക്കെയാ നടന്നതിൻ്റെ ഭഗവാനെ, ഓർക്കാൻ കൂടി വയ്യ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. വീട്ടിലെത്തിയപ്പോൾ നിഹാലിൻ്റെ അമ്മ പറഞ്ഞു. നീ കുട്ടികളെ കൊണ്ടുപോയി കിടത്ത്, നികേഷ് രേവതിയോട് പറഞ്ഞു. അമ്മ പറഞ്ഞത് നേരാ. ആ ബാത്റൂമിൽ പെട്ടുപോയ കുട്ടി എങ്ങാനും അതിൽ പെട്ടുപോയിരുന്നെങ്കിലോ? ഇവൻ പോയി രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും ഓർക്കാൻ പോലും വയ്യ, നരേൻ പറഞ്ഞു. വന്നത് വന്നു, എല്ലാവരും പോയി കിടന്നു, നേരെ ഒരുപാടായി, അച്ഛൻ പറഞ്ഞു. ഡേ ലാലെ, നിനക്കെന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? നികേഷ് ചോദിച്ചു. ഇല്ല. എങ്കിൽ നീ പോയി റെസ്റ്റ് ചെയ്യേ. അമ്മേ, ആ ഡാൻസ് ഏത് കുട്ടിയല്ലേ ബാത്റൂമിൽ കുടുങ്ങിപ്പോയത്? വിദ്യ ചോദിച്ചു. ആ, നല്ലൊരു മോള്, നല്ല ചുന്ദരി കുട്ടി. എന്തായിരുന്നു അതിൻ്റെ പേര്? അച്ഛൻ ചോദിച്ചു. എന്തോ ചെലങ്കയോ ചന്ദനയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അല്ലേ വിദ്യ മോളെ? അമ്മ വിദ്യയോട് ചോദിച്ചു. അതേം തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയായിരുന്നു ആ കുട്ടിയുടെ ഡാൻസ്. കണ്ണ് കിട്ടിയതാവും അതിന്. ആ കുട്ടിയുടെ പേര് ചഞ്ചലയെന്നാ, അല്ലാതെ ചെലങ്കയും ചെപ്പൊന്നും അല്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പൊക്കോണ്ടിരുന്ന നിഹാൽ ഉറക്ക പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായപ്പോൾ നിഹാൽ താഴേക്ക് നോക്കി. എല്ലാവരും കണ്ണു മിഴിച്ചിരിക്കുകയായിരുന്നു.
അവനൊന്ന് ചൂളിപ്പോയെങ്കിലും ഒന്നും കാര്യമാക്കാതെ മുറിയിലേക്ക് പോയി. കയ്യിൽ കിടന്ന വാച്ച് ഊരി ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചു. അവൻ ഷർട്ടിന്റെ ബട്ടൺ ഊരി. അവിടെ ഇവിടെ രോമങ്ങളുള്ള നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണമാലയിൽ കൊളുത്തിക്കിടന്ന ഒരു ചെറിയ സ്വർണമാല അവന്റെ മാലയിൽ തൂങ്ങിക്കിടന്നു. അവനതെടുത്തു നോക്കി. അത് ചഞ്ചലയുടേതാകുമെന്ന് അവൻ ഊഹിച്ചു. ചിലപ്പോൾ എടുത്തു പൊക്കിയപ്പോൾ ഉടക്കിയതാവും. അവനത് ഊരിയെടുത്ത് അലമാരിയിൽ വെച്ച് പൂട്ടി. നിഹാല് പോയി ഫ്രഷായി വന്നു. അവൻ മുറിയൊന്ന് ക്ലീൻ ചെയ്തു. ഇട്ടുകൊണ്ടുപോയ ഷർട്ട് മുഷിഞ്ഞതുകൊണ്ട് അവനത് മാറ്റിയിട്ടു. എങ്കിലും അതിൽ നിന്നൊരു പ്രത്യേക ഗന്ധം വരുന്നത് പോലെ അവന് തോന്നി. അവൻ ഷർട്ട് അവിടെ വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ട് ഒന്നും അവന് ഉറക്കം വന്നില്ല. അവൻ പതിയെ എഴുന്നേറ്റ് അലമാര തുറന്ന് ആ മാല കയ്യിലെടുത്തു. ടേബിൾ ലാമ്പ് ഓൺ ചെയ്തു വന്ന് കടന്നു. ടേബിൾ ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ അവൻ ആ മാലയിൽ നോക്കി കടന്നു. അവന്റെ കൺമുന്നിൽ കൂടെ കുറച്ചു നേരം മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം മിന്നിമറഞ്ഞു. താമരപ്പൂവിന്റെ ഇതളുകൾ പോലെയുള്ള നീണ്ട ആ കണ്ണുകൾ അവന്റെ മുന്നിൽ മിന്നിമറഞ്ഞു നിന്നു. അവളുടെ മാല പില്ലോയിലേക്കിട്ട് അവൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നേരം വെളുക്കാറായപ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയും കിങ്ങിണിയും വെള്ളാരം കുന്നിലെത്തി. ശ്യാമാണ് അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. ഓഡിറ്റോറിയത്തിൽ തീ പിടിച്ചത് എല്ലാം ശ്യാം ന്യൂസിൽ കൂടെ അറിഞ്ഞിരുന്നു. അവനും ആകെ പേടിച്ചു പോയിരുന്നു. കിങ്ങിണി വീട്ടിലെത്തിയപ്പോൾ ഒരു ഉത്സവത്തിനുള്ള ആളുകളുണ്ടായിരുന്നു. ചിത്തിരപുരം തറവാട്ടിൽ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം വിവരമറിഞ്ഞെത്തിയിരുന്നു. മോളെ, ഉറങ്ങിക്കൊണ്ടിരുന്ന കിങ്ങിണിയെ അവളുടെ അച്ഛൻ തട്ടി വിളിച്ചു. കണ്ണു തിരുമ്മി നോക്കുമ്പോൾ അച്ഛനെ മുന്നിൽ കണ്ടതും അവൾ കൈകൾ രണ്ടും ഉയർത്തി. അച്ഛൻ കയ്യിൽ പിടിച്ച് അവളെ പുറത്തേക്കിറക്കി. അച്ഛയുടെ പൊന്നൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛേ. അച്ഛൻ പേടിച്ചു പോയടാ ന്യൂസിൽ കണ്ടപ്പോൾ. എനിക്ക് ഒന്നുമില്ല അച്ഛേ. അച്ഛൻ അവളുടെ മൂർധാവിൽ അമർത്തി ചുംബിച്ചു. മതി മതി, ഇനി ഡാൻസും പാട്ടും കൂത്തും ഒന്നും വേണ്ട. ആദ്യം പിടിക്കാൻ എനിക്ക് വയ്യ, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു പ്രാവശ്യം ചക്കയിട്ട് മൊയില് എത്തുമെന്ന് പറഞ്ഞ് എപ്പോഴും മൊയിൽ പ്ലാവിൻ്റെ കീഴിൽ പോയി നിന്ന് കൊടുത്തിട്ടില്ല എന്ന് എന്നെ തല്ലിയപ്പോഴേ ഞാൻ കരുതിയതാ ഇതിങ്ങനെ ആകുമെന്ന്. അതും പറഞ്ഞ് എല്ലാവരും കെറിവിച്ച് കിങ്ങിണി മുറിയിലേക്ക് പോയി. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവളോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. പെൺകുട്ടികളാവുമ്പോൾ ഡാൻസ് കളിച്ചെന്നൊക്കെ വരും. അവർക്ക് അവരുടേതായ കഴിവുകൾ പുറത്തെടുക്കാൻ ഇപ്പോൾ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അല്ലാണ്ട് പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോൾ. ചെല്ല്, പോയി അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. എല്ലാവരും പോയാട്ടെ, കിങ്ങിണിക്കുടിക്ക് ഒരു കുഴപ്പമില്ല. ശ്യാം എല്ലാവരെയും പറഞ്ഞു വിട്ടു. കാറിൻ്റെ താക്കോലെടുത്ത് അവനും വീട്ടിലേക്ക് പോയി. എടാ ചന്ദ്ര. എന്താ ഏട്ടാ? നിന്റെ ഫോണിന് എന്താ പറ്റിയത്? എത്ര തവണ വിളിച്ചു? ഏട്ടാ, അത് ഇന്നലെ തിരക്കിൻ്റെ ഇടയിൽ എവിടെയോ പോയി. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? കിങ്ങിണിയുടെ ജാതകം ഒന്ന് പോയി നോക്കണം. 18 തികയല്ലേ? പണ്ടേ ജ്യോത്സ്യം പറഞ്ഞതല്ലേ 18 വയസ്സ് തികയുന്നതിന് മുൻപേ ഒന്ന് പോയി നോക്കിക്കോണമെന്ന്. എന്തോ ദോഷമുണ്ടെന്ന്. അനിയൻ അത് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അത് ഓർമ്മ വന്നത്. നീ പറഞ്ഞത് ശരിയാ, ഒന്ന് പോയി നോക്കാം. ഇന്നലെ വന്നപ്പോൾ മുതൽ ഞാൻ ഇത് തന്നെ ആലോചിക്കുകയായിരുന്നു. പോകാം. ശ്രീദേവി, നീയും ഏട്ടത്തിയും കൂടെ കിങ്ങിണിയും കൂട്ടി വൈകുന്നേരം കൃഷ്ണത്തിൻ്റെ അമ്പലത്തിൽ വരെ ഒന്ന് പോകണം കേട്ടോ, കിങ്ങിണിയുടെ അച്ഛൻ പറഞ്ഞു. പോകേട്ടാ, ശ്രീദേവി മറുപടിയായി പറഞ്ഞു. എടാ, ഇന്നലെ ശരിക്കും എന്താ ഉണ്ടായത്? രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണപ്രസാദ് അനിയനോട് ചോദിച്ചു. അദ്ദേഹം ഇന്നലെ നടന്ന കാര്യങ്ങൾ വിവരിക്കുമ്പോഴാണ് കിങ്ങിണിക്കുട്ടി കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നത്. സത്യത്തിൽ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി ഏട്ടാ. അന്നേരമാണ് ആ ചെറുക്കൻ പോയി കിങ്ങിണി മോളെ എടുത്തുകൊണ്ട് വന്നത്. 4 പാടും തീയായിരുന്നു. ഇങ്ങനൊരു ടെൻഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല, ചന്ദ്രൻ പറഞ്ഞു നിർത്തി. ആ കുട്ടിയെ ദൈവമായിട്ട് അങ്ങോട്ട് അയച്ചത്, കിങ്ങിണിയുടെ അമ്മ പറഞ്ഞു. മോളെ, നിനക്ക് ഇഡ്ഡലി എടുക്കട്ടെ? ചെറിയമ്മ ചോദിച്ചു. അവൾ പതുക്കെ നടന്നു വന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അച്ഛൻ്റെ ഇടത്തെ കയ്യിൽ വട്ടം ചുറ്റി പിടിച്ചിരുന്നു. ശ്രീദേവി, അവൾക്ക് ഇഡ്ഡലി വേണ്ട, ഞാൻ ഇതിൽ നിന്ന് വാരിക്കൊടുത്തോളാം. അച്ഛൻ അവൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. മോളെ, നിന്റെ കഴുത്തിലെ നൂലുമാല എവിടെ? അമ്മ ചോദിച്ചപ്പോഴാണ് അവളും അതിനെക്കുറിച്ച് ഓർത്തത്. അയ്യോ, അറിയില്ലമ്മേ. ഇന്നലത്തെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് വല്ലതും പോയോ ആവോ? സാരമില്ല, അത് പൊക്കോട്ടെ. അച്ഛയ്ക്ക് അച്ഛയുടെ പൊന്നിനെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, ആ ചെറുക്കൻ്റെ പേരെന്താ? കിങ്ങിണിയെ രക്ഷിച്ചേ? അച്ഛൻ ചോദിച്ചു. നിഹാൽ എന്നാ പേര്. കാണാൻ നല്ല മിടുക്കനാ. ആര് കണ്ടാലും തെറ്റു പറയില്ല. നല്ല പെരുമാറ്റവും. കിങ്ങിണി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ കൂടി ആ മുഖം പാഞ്ഞു പൊക്കോണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അച്ഛനും ചെറിയച്ഛനും കൂടെ പാടത്തേക്ക് പോയി. ചെറിയമ്മയ്ക്ക് നല്ല യാത്രാക്ഷീണമുള്ളതുകൊണ്ട് അവർ കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി പോയി. കിങ്ങിണി അവളുടെ മുറിയിൽ ചെന്ന് ബാഗിലുണ്ടായിരുന്ന മുഷിഞ്ഞ തുണികളെടുത്ത് ബക്കറ്റിലേക്ക് ഇട്ടു.
കയ്യിൽ തടഞ്ഞ ആ കോട്ട് അവൾ കയ്യിലെടുത്തു. അതിൻ്റെ ഗന്ധം അതിന് ചെമ്പകപ്പൂക്കളുടെ മണമാണെന്ന് അവൾക്ക് തോന്നി. അത് മാറ്റിവെച്ച് അവൾ തുണികളെല്ലാം കഴുകുവാൻ വേണ്ടി പോയി. തിരികെ വന്ന് പുസ്തകം തുറന്ന് പഠിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഇടവേളകളിൽ അവളുടെ നോട്ടം കട്ടിലിൽ കിടന്ന നിഹാലിൻ്റെ ആ കോട്ടിൽ പാറി വീണുകൊണ്ടിരുന്നു. എന്നാലും ആ ചേട്ടൻ എന്താ എൻ്റെ തലമണ്ടി കയറി ഇങ്ങനെ ഇരിക്കുന്നേ? അറിയില്ലല്ലോ. ഒരുവിധം അവൾ ചിന്തകളെല്ലാം വെടിഞ്ഞ് ഇരുന്ന് പഠിച്ചു. സന്ധ്യയാകാറായപ്പോൾ കിങ്ങിണി പോയി കുളിച്ചു. അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് പോകുവാൻ വേണ്ടി ഒരു ചുവപ്പും മഞ്ഞയും നിറമുള്ള ധാവണി എടുത്ത് ചുറ്റി. മുടി കുളിപ്പെനിൽ കെട്ടിയിട്ടു. കയ്യിൽ ചുവന്ന കുപ്പിവളകൾ അണിഞ്ഞ് ചെറിയൊരു ചുവന്ന പൊട്ടും നെറ്റിയിൽമേൽ ചാർത്തി. കൺമഷി കൊണ്ട് കണ്ണിൽ നീട്ടി വരിച്ചു. അമ്മയ്ക്കും ചെറിയമ്മയ്ക്കുമൊപ്പം അമ്പലത്തിലേക്ക് പോയി. അമ്മേ, മേഘ വന്നോ ആശുപത്രിയിൽ നിന്ന്? അമ്പലത്തിൽ പോകും വഴി അവൾ അമ്മയോട് ചോദിച്ചു. അറിയില്ലല്ലോ മോളെ, വന്നു കാണില്ലായിരിക്കും. നമുക്ക് പോയിട്ട് വന്നിട്ടൊന്ന് വിളിക്കാം. അമ്മയോടും ചെറിയമ്മയോടും വർത്തമാനം പറഞ്ഞു നടന്നവൾ ദീപാരാധനയ്ക്ക് നടയടച്ചിരുന്നു. കുറച്ചുപേര് മാത്രമേ അമ്പലത്തിലുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും നാമം ജപിച്ച് പ്രാർത്ഥിച്ചു നിന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നട തുറന്നു. കളഭം ചാർത്തി നിൽക്കുന്ന കള്ളക്കണ്ണന്റെ മുഖത്ത് എന്തോ കള്ളലക്ഷണം അവൾക്ക് തോന്നി. ഭഗവാനെ, പഠിക്കാനുള്ള ബുദ്ധി തരണേ, എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. പിന്നെ ഒരു പുതിയ കാര്യമുണ്ട്. ഇന്നലെ എന്നെ രക്ഷിച്ച ആ ചേട്ടൻ ആരാന്നോ എന്താന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആരായാലും ആ ചേട്ടൻ നല്ലത് മാത്രം വരുത്തണേ. ഇനി ഞങ്ങൾ തമ്മിൽ കാണുമോ കണ്ണാ? അതും മനസ്സിൽ ചോദിച്ച് കണ്ണടച്ചു തുറന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. മേഘേ ഡി. അമ്പലത്തിൽ നിന്നും ഇറങ്ങി വന്ന മേഘയുടെ അടുത്തേക്ക് കിങ്ങിണി ഓടിച്ചെന്നു. നിനക്ക് എങ്ങനെയുണ്ട് ഡി? എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ? കിങ്ങിണി കിതച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ രാവിലെ വന്നടി. ഇന്നലെ ട്രിപ്പിട്ട് കുറച്ചു നേരം കിടന്നു. അത് കഴിഞ്ഞ് പോന്നു. അപ്പോഴാണ് ഓടിച്ചോരത്തിൽ തീ പിടിച്ച കാര്യമൊക്കെ അറിഞ്ഞത്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? വയ്യേക്ക് വല്ലതുണ്ടോ? ഇല്ലടി, എനിക്ക് അന്നേരം എന്തോ പോലെ തോന്നിയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഏയ് ഇല്ല, ഞാൻ ബാത്റൂമിൽ കുടുങ്ങിപ്പോയിരുന്നു. കൃത്യസമയത്തൊരു ചേട്ടൻ വന്ന് രക്ഷിച്ചു. ഞാൻ അറിഞ്ഞു. നിഹാലേട്ടനല്ലേ? ആ പേരൊന്നും എനിക്കറിയില്ല. ഒരു അടിപൊളി ചേട്ടൻ. കിങ്ങിണി മെല്ലെ ഒരു കണ്ണിറുക്കി കുസൃതിയോടെ ആരും കേൾക്കാതെ പറഞ്ഞു. നിഹാലേട്ടനാ. അമ്മ പറഞ്ഞിരുന്നു. നമ്മൾ ഡാൻസ് ചെയ്യാൻ പോയത് പുള്ളിയുടെ കമ്പനിയുടെ പരിപാടിക്കാണ്. സത്യം പറയാലോ, പുള്ളിയെ വായി നോക്കി നിന്നപ്പോഴാണ് ഞാൻ ബോധം കെട്ടു വീണത്. അതെന്താടി, പുള്ളിക്കാരൻ ആനമയ്ക്ക് വല്ലതും ആണോ? പൊടി കളിയാക്കാതെ. മേഘ കിങ്ങിണിയുടെ കയ്യിലൊന്ന് പിച്ചി. മേഘമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കിങ്ങിണിയുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കിങ്ങിണിയുടെ അമ്മേ. ദീപ ടീച്ചർ വന്നില്ലേ? ഉണ്ട്, വഴിപാട് കഴിപ്പിക്കാൻ പോയതാ. എന്നാൽ നിങ്ങളങ്ങ് മാറിയുന്നോ? ഞങ്ങൾക്കും ഇന്ന് വഴിപാടുണ്ട്, സമയമെടുക്കും. അതും പറഞ്ഞ് കിങ്ങിണിയുടെ അമ്മയും ചെറിയമ്മയും പോയി. കിങ്ങിണിയും മേഘയും കൂടെ ആൽത്തറയിൽ പോയിരുന്നു. ശരിക്കും നിഹാലേട്ടനെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല. ഏത് നേരത്താണോ എനിക്ക് ബോധം കെടാൻ തോന്നിയത്? മേഘ ഇരുന്ന് പരിഭവം പറഞ്ഞു. ഓ, മേഘത്തമ്പുരാട്ടിക്ക് ആനമയ്ക്ക് ബോധിച്ചെന്ന് തോന്നുന്നല്ലോ. ചെറിയൊരു കുസൃതിയോടെ കിങ്ങിണി ചോദിച്ചു. ആള് നല്ല മൊഞ്ചനല്ലേ, നമ്മുടെ ഹിന്ദി നടൻ ഷാഹിദ് കപൂറിനെ പോലെ. ഓ എൻ്റെ ദൈവമേ, അതൊക്കെ ആരാ? സിനിമയും ഒന്നും കുന്തവും കാണാത്ത നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ പിന്നെ ലാലേട്ടൻ്റെയും രാജുവേട്ടൻ്റെയും സൂര്യയുടെയും വിജയുടെയും ഒക്കെ അത്ര വരുമോ നിൻ്റെ ഈ കപൂർ? ഷാഹിദിനെ കണ്ടാ നീ ഇതൊന്നും പറയില്ല. പുള്ളിയുടെ വിവാഹം എന്ന് പറയുന്ന സിനിമ എൻ്റെ പൊന്നോ, ഒന്ന് കാണണം. എന്താ റൊമാൻസ്. ഓ പിന്നെ പറഞ്ഞു വന്ന കാര്യം ഇതല്ല, നിഹാലേട്ടനാ. നീ നോക്കിക്കോ, ഇനി നിഹാൽ വർമ്മയുടെ കരളും കൊണ്ട് ഈ മേഘ പോവും. എന്തിന്? വരട്ടി തിന്നാനാണോ? വരട്ടി തിന്നുവോ പുരട്ടിയെടുക്കുവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്താടി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണ് നിനക്ക് തോന്നിയത്? എന്താടി? എടി, ഒറ്റ നടത്തത് എനിക്ക് ആ ചേട്ടനെ ഒരുപാട് ഇഷ്ടമായി. അമ്മ പറയുന്നതും കൂടെ കേട്ടപ്പോൾ അതിലും കൂടുതൽ. അമ്മ എന്തു പറഞ്ഞു? സംശയത്തോടെ കിങ്ങിണി ചോദിച്ചു. നിഹാലേട്ട സുന്ദരനാണെന്ന് ഞാൻ പറയണ്ടല്ലോ നിന്നോട്. പുറത്തൊക്കെ പോയി പഠിച്ച ആളാ, വളരെ മോഡേണായിട്ടുള്ള ആളാ. ചേട്ടൻ നന്നായി പാടും. ഗിറ്റാറ്, വയലിൻ, ഓർഗൻ ഇതൊക്കെ വായിക്കും. എത്രയോ കുട്ടികളെയാണെന്നറിയുമോ അവരുടെ കമ്പനി പഠിപ്പിക്കുന്നത്. നല്ലൊരു അടിപൊളി വീട്, ഒരുപാട് സ്വത്തുക്കൾ, നല്ല വീട്ടുകാരും. ഇതിൽ കൂടുതൽ എന്ത് വേണം? പിന്നെ പ്രായം, അതിപ്പോൾ ആര് നോക്കാനാ? മേഘ പറഞ്ഞു നിർത്തി. കിങ്ങിണിയുടെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞു.